ബഹുമാന്യനായ അധ്യക്ഷൻ, മുൻ മന്ത്രി കൂടിയായ നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ ശ്രീ KC ജോസഫ്, വേദിയിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട ഈ നാടിനെ ഹൃദയത്തിലേറ്റിയ, ഈ നാട് ഹൃദയത്തിലേറ്റിയ പ്രിയങ്കരനായ നമ്മുടെ MP ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ രാജ്യവ്യാപകമായി ഒരു വലിയ യുദ്ധത്തിന് പുറപ്പെടുകയാണ്. ഈ യുദ്ധം നമുക്ക് ജയിക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ദേശീയ തലത്തിൽ ഈ വർഗീയ ഫാസിസ്റ്റ് മുന്നണിയെ അധികാരത്തിൽ നിന്ന് ഇറക്കി നമുക്ക് അധികാരത്തിലേറണം. കേരളത്തിൽ അഴിമതി കൊണ്ടും കെടുകാര്യസ്ഥത കൊണ്ടും കേരളത്തിലെ ജനങ്ങളെ കെടുതിയിലാഴ്ത്തിയ പിണറായി സർക്കാരിന് താക്കീത് നൽകാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നമുക്ക് കൊടുങ്കാറ്റാവണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. കേരളത്തിൽ നമ്മുടെ ലക്ഷ്യം 20-ൽ 20 സീറ്റാണ്. 20-ൽ 20 സീറ്റ്. ഞാൻ ഒരു സീറ്റെങ്കിലും ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും എന്ന് അടച്ചിട്ട മുറിയിലിരുന്ന് പോലും കേരളത്തിലെ ഒരു LDF നേതാവിനും പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു സീറ്റ് ഇത് ഞങ്ങൾ ജയിക്കും എന്ന് പറയാൻ പറ്റുമോ? അടച്ചിട്ട മുറിയിലിരുന്ന് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു CPM നേതാവിനോ LDF നേതാവിനോ? അത്രമാത്രം വലിയ പോരാട്ടമാണ് കേരളത്തിലെ 20 സീറ്റുകളിൽ നമ്മൾ നടത്തുന്നത്. ഇത് പാർലമെന്റിലേക്കുള്ള, ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ഇവിടെ ഞാൻ പറഞ്ഞു, ജനങ്ങളെ ഭിന്നിപ്പിച്ച്, അവരെ ജാതീയമായി മതപരമായി വേർതിരിച്ച്, അവരെ ശത്രുക്കളാക്കി, അതിനു വേണ്ടിയിട്ടുള്ള വിഷവിത്തുകൾ പാകി, അവരെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി അധികാരത്തിലേറാൻ ഒരു രാജ്യത്തെ ഭരണകൂടം ശ്രമിക്കുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിൽ ലോകത്തിലെ ഏകാധിപതികൾ ചെയ്ത അതേ തന്ത്രം ഈ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നമ്മുടെ രാജ്യത്തൊരു ഭരണകൂടം നടപ്പാക്കാൻ ശ്രമിക്കുന്നു. നമുക്ക് അവരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ 10 കൊല്ലം അധികാരത്തിലിരുന്നു. ഈ അധികാരം കൊണ്ട് നിങ്ങൾ എന്ത് നേട്ടമുണ്ടാക്കി ജനങ്ങൾക്ക് എന്ന് നിങ്ങൾ എണ്ണി എണ്ണി പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? അതവർക്ക് പറയാനില്ല. അവർ പറയുന്നത് ഈ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയമാണ്. ആദ്യം പ്രാണപ്രതിഷ്ഠ നടത്തി. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു, അത് അയോധ്യയിലെ രാമനല്ല, അത് രാഷ്ട്രീയ രാമനാണ് എന്ന്. അയോധ്യയിലെ രാമനെ ഭക്തജനങ്ങൾ സ്നേഹിക്കും. പക്ഷേ മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കലർത്തി ആ രാമനെ ഇവര് യഥാർത്ഥത്തിൽ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു. എന്നിട്ടും ശരിയായില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് വീണ്ടും ഭിന്നിപ്പുണ്ടാക്കാൻ പൗരത്വ നിയമവുമായി ഇറങ്ങിയിരിക്കുന്നത്. നേട്ടം, ഒരു ദശാബ്ദക്കാലം ഈ രാജ്യം ഭരിച്ചതിന്റെ നേട്ടമൊന്നും പറയാനില്ല. ഇപ്പൊ പറയുന്നത് മോഡി ഗ്യാരണ്ടി എന്നാണ്. മോഡി ഗ്യാരണ്ടി എന്ന് വെച്ചാൽ മോഡിയുടെ വാക്കാണ്. വാക്കെന്ന് പറഞ്ഞാൽ വാക്കായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ നാട്ടിൻപുറത്ത് എന്ത് പറയും? വാക്കെന്ന് പറഞ്ഞാൽ പഴയ ചാക്കാണെന്ന് പറയും, അല്ലേ? നമുക്ക് പരിശോധിക്കാം. 10 കൊല്ലം മുമ്പ് ഈ മോഡി ഈ രാജ്യത്തെ ജനങ്ങൾക്ക് എത്ര ഗ്യാരണ്ടി കൊടുത്തു? നിങ്ങൾ ചോദിക്കണം, വീടുകളിൽ പോയി പറയണം. ആദ്യത്തെ ഗ്യാരണ്ടി പാചകവാതകത്തിന്റെ വില കുറയ്ക്കുമെന്നായിരുന്നു. അന്ന് പാചകവാതകത്തിന്റെ വില 400 രൂപ. ഇപ്പോഴത്തെ പാചകവാതകത്തിന്റെ വില 1200 രൂപ. 300% വില വർധനവ്. അതാണ് ഒന്നാമത്തെ ഗ്യാരണ്ടി. രണ്ടാമത്തെ ഗ്യാരണ്ടി ഡീസലിന്റെയും പെട്രോളിന്റെയും വില കുറയ്ക്കും. നമ്മൾ അധികാരത്തിലിരുന്നപ്പോഴാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന് ഏറ്റവും കൂടുതൽ വിലയുണ്ടായത്. അന്ന് 35 രൂപ, 40 രൂപ പെട്രോളിനും ഡീസലിനും. ഇപ്പൊ 100 രൂപ കടന്നുപോയി, ഇല്ലേ? 100 രൂപ കടന്നുപോയി. ഇന്നലെ 2 രൂപ കുറച്ച്, ഇലക്ഷൻ ആയതുകൊണ്ട് 2 രൂപ 200 പൈസ കുറച്ചു. അപ്പൊ രണ്ടാമത്തെ ഗ്യാരണ്ടി 300% കടന്നുപോയി. മൂന്നാമത്തെ ഗ്യാരണ്ടി
കള്ളപ്പണം മുഴുവൻ പിടിച്ച് വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന് നിങ്ങളുടെ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ ഇട്ട് തരും. അക്കൗണ്ട് തുറന്ന് നമ്മളെല്ലാം കാത്തിരുന്നു. സത്യത്തിൽ എനിക്കൊരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു കിട്ടുമെന്ന്. ആർക്കെങ്കിലും കിട്ടിയോ കേരളത്തിൽ? എൻ്റെ ഒരു സുഹൃത്ത് ഞാൻ ഇന്നലെ പറഞ്ഞു 5 ലക്ഷം രൂപ കടം മേടിച്ചു. കാരണം ഈ 15 ലക്ഷം രൂപ കിട്ടുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളങ്ങനെയാണല്ലോ, പണം കിട്ടുമെന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ കടം മേടിക്കും. കിട്ടിയോ? ആർക്കെങ്കിലും കിട്ടിയോ? മോഡി ഗ്യാരണ്ടി 3ആണത്. മോഡി ഗ്യാരണ്ടി 4 ഉണ്ട്. എന്താണ്? കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കും. കർഷകര് ഹരിയാനയിൽ ഡൽഹിയിലെ അതിർത്തിയിൽ പുറത്ത് അടിയുടെ പാടുമായി നിൽക്കുകയാണ്. അവന്റെ തലയിൽ ഡ്രോണിലാണ് ഗ്രാനേഡ് നിക്ഷേപിച്ചത്. കർഷകരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ഏതെങ്കിലും ഒരു കർഷകന്റെ വരുമാനം ഇരട്ടിയായോ ഈ കാലഘട്ടത്തിൽ? കർഷകൻ അവന്റെ ജീവിതകാലത്തെ ഏറ്റവും ദുരിതപൂർണമായ ഒരു അവസ്ഥയിലൂടെ പോകുന്നു. 5ാമത്തെ ഗ്യാരണ്ടി ഉണ്ട്. എന്താണ്? ഞങ്ങൾ വന്നാൽ തൊഴിലില്ലായ്മ പൂർണ്ണമായി ഇല്ലാതാക്കും. ഇവിടെ കൊടിക്കുന്നിൽ സുരേഷ് വേദിയിലിരിക്കുന്നു. പാർലമെന്റിൽ ഇവരുടെ ചോദ്യങ്ങൾക്ക് മോഡി ഗവൺമെന്റ് കൊടുത്ത മറുപടിയുണ്ട്. ഞാൻ പറയുന്നതല്ല. എന്താ മറുപടി? സ്വാതന്ത്ര്യത്തിന് ശേഷം, കേട്ടോളാം, ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉണ്ടായത് ഈ കഴിഞ്ഞ 5 വർഷമാണ്. സർക്കാർ തന്ന കണക്കാണ്. ഇതാണ് ഇയാളുടെ 5 ഗ്യാരണ്ടി. അപ്പൊ അത് വാക്കായിരുന്നോ അല്ലെ പഴയ ചാക്കായിരുന്നോ? പഴയ ചാക്കിന്റെ വില പോലും ഇല്ലാത്ത നിലപാടാണ് ഉണ്ടായിരുന്നത്. നമ്മളത് പറയണം, ജനങ്ങളോട് പറയണം. എന്ത് നേട്ടമുണ്ടായി ഇവർ വന്നതിന് ശേഷം? 10 കൊല്ലം മുമ്പ് ഇയാൾ അധികാരത്തിൽ വരാൻ നേരത്ത് അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ അദാനിയുടെ സ്വത്ത് എത്രയായിരുന്നു? 10 കൊല്ലം കഴിഞ്ഞപ്പോൾ എത്രയാ സ്വത്ത്? 10 ഇരട്ടിയല്ല, 100 ഇരട്ടിയല്ല, 1000 ഇരട്ടിയല്ല, അതിന്റെ അപ്പുറത്തേക്കാണ് വളർന്നത്. ആർക്കാണ് നേട്ടമുണ്ടായത്? ഇപ്പൊ കണ്ടില്ലേ, ഇലക്ട്രൽ ബോണ്ട് ED റെയ്ഡ് ചെയ്യും, CBI റെയ്ഡ് ചെയ്യും. അപ്പൊ ആ വ്യവസായ സ്ഥാപനം ബോണ്ട് മേടിച്ച് BJPക്ക് കൊടുക്കും. നമ്മുടെ പഴയ സാന്റിയാഗോ മാർട്ടിൻ ഓർമ്മയുണ്ടോ? ലോട്ടറിക്കാരൻ കൊടുത്തത് എത്രയാണെന്നറിയാമോ? അയാളെ റെയ്ഡ് ചെയ്തപ്പോ അയാൾ കൊടുത്തത്, ബോണ്ടിന് കൊടുത്തത് 1372 കോടി. നമുക്ക് കോവിഡ് വാക്സിൻ കിട്ടിയല്ലോ. ആ വാക്സിൻ നമുക്ക് നൽകിയ കമ്പനികളെല്ലാം കോടികളാണ് BJPക്ക് സമ്മാനിച്ചത്. രാജ്യത്ത് പണത്തിന് വേണ്ടി വ്യവസായികളെ റെയ്ഡ് ചെയ്ത് അവരെ ഭീഷണിപ്പെടുത്തി അവരിൽ നിന്നും ഈ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ച ഒരു പാർട്ടി ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ, അല്ലെങ്കിൽ ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ കൊടിയ അഴിമതി 11,600 കോടി. 5ഉം 10ഉം കോടിയല്ല, 11,600 കോടി കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളെ ഉപയോഗിച്ച് ആളുകളെ വരട്ടി ഇലക്ട്രൽ ബോണ്ടിലേക്ക് സംഭാവന വാങ്ങിച്ചവരാണവർ. ആലോചിച്ച് നോക്കി. അവര് അധികാരത്തിൽ ഇരിക്കുമ്പോൾ ആർക്കാണ് സുരക്ഷിതത്വം? ഇപ്പൊ ക്രിസ്മസിന് ക്രിസ്ത്യാനികളുടെ വീട്ടിലേക്ക് സംഘപരിവാറുകാർ കേക്ക് കാട്ട് വന്നു. നല്ല കാര്യം. അവരെന്താ ചെയ്തത്? കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ രാജ്യത്തെ ക്രൈസ്തവ ദേവാലയങ്ങൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടു. ക്രിസ്മസ് ആരാധനകൾ പോലും തടസ്സപ്പെടുത്തി. നിരവധി വൈദികരും പാസ്റ്റർമാരും ജയിലുകളിലാണ്. നിങ്ങൾക്കറിയുമോ ഫാദർ സ്റ്റാൻസാമി? അദ്ദേഹത്തിന് പാർക്കിൻസൺ ആയിരുന്നു. കൈ രണ്ടും വിറക്കിയായിരുന്നു. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റില്ലായിരുന്നു. അദ്ദേഹം ഒരു സ്ട്രോ ചോദിച്ചു, കൊടുത്തില്ല. പീഡിപ്പിച്ചാണ് ജയിലിൽ കൊന്നത് സംഘപരിവാർ. ആ പാവം മനുഷ്യനെ, വന്ധ്യവയോധികനായ സ്റ്റാൻസാമിയെ പീഡിപ്പിച്ചാണ് കൊന്നത്. അതാണ് അവർ ചെയ്തത്. മണിപ്പൂരിൽ 100-300 ക്രൈസ്തവ ദേവാലയങ്ങൾ ചുട്ടുകരിച്ചു, മതസ്ഥാപനങ്ങൾ കത്തിച്ചു, മനുഷ്യനെ പച്ചയോടെ തീ കൊളുത്തി. 100 കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ടു. 10,000-കണക്കിന് ആളുകൾ പിഞ്ചു കുഞ്ഞുങ്ങളെയും മാറോടടക്കി പിടിച്ച് ജീവൻ രക്ഷിക്കാൻ പലായനം ചെയ്തു. ഒരു ജനതയെ മുഴുവൻ ഇല്ലാതാക്കാൻ അവർ ശ്രമിച്ചു. എന്താണെന്നറിയാമോ? വംശഹത്യ മാത്രമല്ല, അവിടുത്തെ വലിയ കുന്നുകളിലാണ് ക്രൈസ്തവ ജനവിഭാഗങ്ങൾ പാർക്കുന്നത്, വലിയ മലകളിൽ. അവിടെ നിന്ന് അവരെ ഓടിക്കണം. കാരണം അവിടെ ഭൂമിക്കടിയിൽ നിധിയാണുള്ളത്, മൈനുകൾ. ആ മൈനുകൾ കൊടുക്കാൻ കമ്പനികൾക്ക് ധാരണയായി. അവിടെ നിന്ന് ഓടിക്കണം.
ഈ പ്രധാനമന്ത്രി ഈ രാജ്യത്ത് ഒരു സംസ്ഥാനം കത്തിയെരിഞ്ഞപ്പോൾ തൃശ്ശൂരിൽ കല്യാണത്തിന് വന്ന ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്ന് പോയോ? മണിപ്പൂരിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയോ? ഒന്ന് ആശ്വസിപ്പിച്ചോ? ആരാ അവിടെ പോയത്? വെടിയൊച്ചകൾ മുഴങ്ങുന്ന മണിപ്പൂരിന്റെ തെരുവുകളിലൂടെ കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് സ്ത്രീകളെ സമാധാനിപ്പിച്ച് അവരെ ആശ്വസിപ്പിച്ച് പോകാൻ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി. അവിടെ കോൺഗ്രസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളോടും ഉള്ള കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും പ്രഖ്യാപനമാണ്: നിങ്ങളുടെ സങ്കടങ്ങളിൽ, നിങ്ങളുടെ ദുരിതങ്ങളിൽ, നിങ്ങളുടെ പ്രയാസങ്ങളിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഈ അധികാരത്തിൽ കോൺഗ്രസ് ഉണ്ടെങ്കിൽ ഇത് നടക്കുമായിരുന്നോ? ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നോ? ഇവിടെ കർണാടകയിൽ മതപരിവർത്തന വിരുദ്ധ നിയമം കൊണ്ടുവന്ന് ക്രൈസ്തവരെ മുഴുവൻ ജയിലിലാക്കിയായിരുന്നു BJP-ക്കാർ. ബാംഗ്ലൂരിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് അവർക്ക് വാക്കുകൊടുത്തു: ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മതപരിവർത്തന നിയമം വലിച്ചു കീറി അറബിക്കടലിലെറിയുമെന്ന്. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കർണാടകയിലെ കോൺഗ്രസ് ഭരണകൂടം അധികാരത്തിൽ വന്ന് 3 ആഴ്ചക്കുള്ളിൽ ഈ മതപരിവർത്തന വിരുദ്ധ നിയമം എടുത്ത് കാട്ടിലെറിഞ്ഞു. അതാണ് കോൺഗ്രസ്. കോൺഗ്രസ് അധികാരത്തിൽ ഇല്ലാത്തതാണ് ഈ രാജ്യത്തെ സങ്കടങ്ങൾക്കും ദുരിതങ്ങൾക്കും കാരണമെന്നുള്ള തിരിച്ചറിവ് ഈ പൗരത്വ നിയമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ടായിരിക്കുന്നു. ഇനി ഇവർ 3ാമതും അധികാരത്തിൽ വന്നാൽ അവർ ഈ രാജ്യത്തെ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കി മാറ്റി മറ്റുള്ളവർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാക്കും. ഹിന്ദുക്കളെയും അവരെ കൈകാര്യം ചെയ്യുന്ന രീതി വേറെയാണ്, അവരുടെ രീതി വേറെയാണ്. ഹൈന്ദവർക്കും ഏറ്റവും ദോഷകരമായ നിലപാടുകൾ എടുക്കുന്നു. അവർ കച്ചവടക്കാരാണ്, കച്ചവടക്കാർ. ഈ രാജ്യത്തെ വിൽക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു 50,000 രൂപ ലോൺ എടുത്താൽ, 5 ലക്ഷം രൂപ ലോൺ എടുത്താൽ 3 മാസം ബാങ്കിലേക്ക് തുടർച്ചയായി തിരിച്ചടച്ചില്ലെങ്കിൽ നിങ്ങളുടെ കിട്ടാക്കടമായി പ്രഖ്യാപിക്കും. NPA, നോൺ പെർഫോമിംഗ് അസറ്റ് ആവും. പിന്നെ ഡെറ്റ് ട്രൈബ്യൂണല്, സർഫാസി ആക്ട്, നിങ്ങളുടെ വീട് കിടപ്പാടം ജപ്തി ചെയ്യും, നിങ്ങളുടെ കൃഷിയിടങ്ങൾ ജപ്തി ചെയ്യും. ശരിയാണോ? നമ്മുടെ എല്ലാവരുടെയും. പക്ഷേ മോഡിയുടെ ഇന്ത്യയിൽ 10,000 കോടി കടമെടുക്കുക, 20,000 കോടി കടമെടുക്കുക, ഒരു പൈസയും തിരിച്ചടയ്ക്കാതെ ലണ്ടനിൽ പോയി താമസിക്കുക, ന്യൂയോർക്കിൽ പോയി താമസിക്കുക, എഴുതി തള്ളും. ഈ 10 കൊല്ലം കൊണ്ട് നിങ്ങൾ അറിയുമോ, 16 ലക്ഷം കോടിയാണ് വലിയ കോർപ്പറേറ്റുകൾ പണം എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്തത്. ബാങ്കുകൾ അടച്ചുപൂട്ടിപ്പോവും. കേന്ദ്ര ഗവൺമെന്റ് റീഫിനാൻസ് ചെയ്യണം. ഈ പണം എവിടെ നിന്ന് കൊടുക്കും? കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കും. തികയാതെ വന്നപ്പോൾ നെഹ്റുവിന്റെ കാലം മുതലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ചുളുവിലയ്ക്ക് വിറ്റഴിച്ചു. ഇവർ രാജ്യത്തെ വിറ്റഴിക്കും. രാജ്യത്തെ 90% ആളുകളുടെ സ്വത്തിന് തുല്യമാണ് ഇന്ത്യയിലെ 2% ആളുകളുടെ സ്വത്തുക്കൾ. അവർ എന്തുണ്ടാക്കിയാലും അതെല്ലാം വലിയ വ്യവസായികൾക്കും കോർപ്പറേറ്റുകൾക്കും വേണ്ടി മാത്രം ചെയ്യുന്ന കച്ചവടക്കാരുടെ കയ്യിലേക്ക്, വർഗീയവാദികളുടെ കയ്യിലേക്ക് നമ്മുടെ രാജ്യം പോയിരിക്കുന്നു എന്നുള്ള അപകടം നമ്മൾ തിരിച്ചറിയണം. കോൺഗ്രസ് മത്സരിക്കുന്നത്, UDF മത്സരിക്കുന്നത് അവരെ താഴെ ഇറക്കി അധികാരത്തിലിരിക്കാന്. ഇവിടെ ചിലർ മത്സരിക്കുന്ന പ്രതിപക്ഷത്ത് പോയിരിക്കുകയാണ്. അതിപ്പം അട്ടിമറിക്കാന്ന് പറയുന്നു. ആകെ 2 MP-മാരാ കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് ജയിച്ചിട്ടുള്ളത്. അവർ വീണ്ടും മത്സരിക്കുന്നുണ്ട് CPM-ന്റെ തമിഴ്നാട്ടിൽ. അവർ 2 പേരും, വിഷ്ണുവിനറിയാം, അവർ 2 പേരും CPM-ന്റെ 2 തമിഴ്നാട്ടിലെ ലോകസഭാ സ്ഥാനാർത്ഥികൾ. അവരുടെ പടത്തേക്കാൾ വലുതായിട്ട് രാഹുൽ ഗാന്ധിയുടെ പട അടിച്ചിട്ടാണ് പോസ്റ്റ് ഒട്ടിച്ചിരിക്കുന്നത്. ചോദിച്ചു, രാഹുൽ ഗാന്ധിയുടെ പടം, വലിയ പടം, അടിയിൽ സ്ഥാനാർത്ഥി ഇങ്ങനെ ഇരിക്കുന്ന പടം, CPM-കാരൻ അവന് വോട്ട് ചോദിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇപ്പൊ ഞങ്ങൾ അങ്ങ് പോയിട്ട് വേണം പാർലമെന്റ്. എന്ത് ചെയ്യാന്? അത് നമ്മൾ അറിയണം, അത് നമ്മൾ ജനങ്ങളോട് പറയണം. കോൺഗ്രസിന്റെയും UDF-ന്റെയും അംഗങ്ങളുടെ എണ്ണം വേണം നമുക്കവിടെ. നമുക്ക് തിരിച്ചു വരണം അധികാരത്തിൽ. അവിടെ ഫാസിസമാണെങ്കിൽ ഇവിടെ ഫാസിസത്തിന്റെ പതിപ്പാണ് കേരളം ഭരിക്കുന്നത്. അവിടെ അണ്ണൻ, ഇവിടെ തമ്പി. ചെയ്യും സ്വഭാവമാണ്, ഒരു വ്യത്യാസമില്ല. നാടിന്റെ സ്ഥിതി എന്താണ്? കേരളത്തിന്റെ സ്ഥിതി എന്താ?
7 മാസമായി 55 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടിയിട്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. CCP ജോണിന്റെ 24 മണിക്കൂർ ഉപവാസം തിരുവനന്തപുരത്ത് 45 ലക്ഷം ക്ഷേമനിധിക്കാർക്ക് പെൻഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ 1 കോടി ആളുകളുടെ വീട്ടിൽ 1/3 ആളുകളുടെ വീട്ടിൽ ഈ സർക്കാർ ചേർത്ത് പിടിച്ച ജീവിക്കുന്നത്. മരുന്ന് മേടിക്കാൻ കാശില്ല, ഒരു നിവൃത്തിയില്ല. ആശുപത്രിയിൽ പോയാൽ മരുന്നുണ്ടോ? പുറത്തേക്ക് എഴുതി തരും. ഇന്നത്തെ വാർത്ത എന്താ? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡയാലിസിസ് നിർത്തിവെച്ചു. കിറ്റ് മേടിക്കാൻ കാശില്ല. മരുന്ന് തീർന്നു മെഡിക്കൽ കോളേജിൽ. സർക്കാർ ആശുപത്രിയിലെ സ്ഥിതി നമുക്കറിയാം. ഇനി കാരുണ്യ കാർഡുമായി സ്വകാര്യ ആശുപത്രിയിൽ പോകാമെന്ന് വെച്ചാൽ ഒരു സ്വകാര്യ ആശുപത്രിയും കാരുണ്യ കാർഡ് സ്വീകരിക്കില്ല. 1500 കോടി കൊടുക്കാനുണ്ട് അവർക്ക്. മാവേലി സ്റ്റോറിൽ പോയി സബ്സിഡി സാധനം മേടിക്കാൻ പോയാൽ മാവേലി സ്റ്റോറിൽ ഒരു സാധനവും ഇല്ല. ജപ്തി നോട്ടീസാണ്. കേരളം മുഴുവൻ ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. അപ്പൊ സർക്കാർ ഒന്ന് താങ്ങി എന്ന് പറഞ്ഞാൽ 2 അർത്ഥമുണ്ട്. ഒന്ന് താങ്ങി പിടിക്കുന്നതുകൊണ്ട്, ഒന്ന് താങ്ങുന്നതുകൊണ്ട്. രണ്ടാമത്തെ താങ്ങലാണ്. ഇത്രയും ബുദ്ധിമുട്ടിക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് 2 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി, വെള്ളക്കരം കൂട്ടി, ഇന്ധന നികുതി കൂട്ടി, കെട്ടിട നികുതി കൂട്ടി, എല്ലാ സേവനങ്ങളുടെയും ചാർജ് വർദ്ധിപ്പിച്ചു. സാധനം മാവേലി സ്റ്റോറിൽ ഇല്ലെങ്കിൽ എന്താ? മാവേലി സ്റ്റോറിലെ സാധനത്തിന്റെ വില 50% വർദ്ധിപ്പിച്ചു. ഇവർക്ക് എന്താണ്? 50,000 രൂപയിൽ കൂടുതൽ ചെക്ക് പാസ്സാവില്ല. പഞ്ചായത്തുകാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. പുല്ല് വെട്ടിയാ കാശ് കൊടുക്കാനില്ല ട്രഷറിയിൽ. ഓട പണിതാ കാശ് കൊടുക്കാനില്ല ട്രഷറിയിൽ. കുഞ്ഞുങ്ങളുടെ ഉച്ചഭക്ഷണത്തിന് കാശ് കൊടുക്കാനില്ല. ഞാൻ പറഞ്ഞു, എന്താണ്, ഖജനാവിൽ പൂച്ച വെറ്റി കിടക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ധനകാര്യമന്ത്രിക്ക് വലിയ വിഷമം. ബജറ്റിൽ അതിനുള്ള മറുപടിയൊക്കെ ഉണ്ട്. ഞാൻ പറയാൻ കാര്യം എന്താ? എൻ്റെ വീട്ടിൽ കുറേ പൂച്ചയുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ ഈ പ്രസവിക്കാനുള്ള സമയമാകുമ്പോൾ 2 ദിവസം ഇത് ഓട്ടമാണ്. നമ്മൾ ശ്രദ്ധിക്കുമല്ലോ, നിങ്ങളൊക്കെ ശ്രദ്ധിച്ചാണ്. പൂച്ചയുള്ളവര് പോയി ആരും ചെന്ന് കടന്നില്ലാത്ത സ്ഥലത്ത്, ആരുമില്ലാത്ത സ്ഥലത്ത്, നിശബ്ദമായ സ്ഥലത്ത്, ഒരു പരിപാടിയും ഒരു ആക്ടിവിറ്റിയും നടക്കാത്ത സ്ഥലം കണ്ടുപിടിച്ച് പൂച്ച അവിടെ പ്രസവിക്കും. കേരളത്തിൽ ഇപ്പൊ പൂച്ചയ്ക്ക് പ്രസവിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥലം ഏതാ? ഇവരുടെ ഖജനാവ്. അല്ലാതെ എവിടെയാണ്? അവിടെ എന്തുണ്ടായിട്ടാണ്? എല്ലാം കട്ടുകൊണ്ടുപോയി, എല്ലാം. എന്നിട്ട് ചുമ്മാ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോ ഒരു ചോദ്യത്തിനും മറുപടി പറയില്ല. എന്തെല്ലാം അഴിമതിയാണ്. BJPയെ വരണ്ട് നിൽക്കുകയാണ്. BJPക്കാർ പേടിപ്പിക്കുക. ED അന്വേഷണം, മാസപ്പടിയിൽ SFIO അന്വേഷണം, കരുവന്നൂരിൽ ED അന്വേഷണം, എല്ലാത്തിന്റെ ഇടയിൽ നിൽക്കുകയാണ്. ഇപ്പൊ BJPയുമായിട്ടുള്ള ബന്ധം അതാണ്. പിണറായി വിജയൻ EP ജയരാജനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. എന്താ? കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് BJP 2ാം സ്ഥാനത്ത് വരുമെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇയാള് NDAയുടെ കൺവീനറാണോ LDFന്റെ കൺവീനറാണോ? കാരണം കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് BJP 2ാം സ്ഥാനത്ത് വരുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അത്രയും സ്ഥലത്ത് LDF 3ാം സ്ഥാനത്ത് പോകുന്നല്ലേ? അല്ലേ അർത്ഥം? അപ്പൊ LDFന്റെ കൺവീനർ തന്നെ പറയാണ്, ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് 3ാം സ്ഥാനത്ത് പോകുന്നു. എന്താ അത് പറയാ? BJP സ്ഥാനാർത്ഥികളെ പുകഴ്ത്തിയാണ്. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ബെസ്റ്റാണ്. എന്താ? ഇപ്പോ ഇനി നിങ്ങൾ അന്തർധാര എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്, അതൊക്കെ മാറ്റിക്കോ. അത് രഹസ്യമായിരുന്നു നേരത്തെ, ഇപ്പൊ പരസ്യമായി. ഇപ്പൊ കേരളത്തിലെ CPM നേതാക്കളും BJP നേതാക്കന്മാരും കൂടി ബിസിനസ് പാർട്ട്ണർഷിപ്പ് തുടങ്ങി. നമ്മുടെ ചിറ്റപ്പന്റെ റിസോർട്ടില്ലേ വൈദേകം, ആ റിസോർട്ട് ED റെയ്ഡ് നടത്തി. അപ്പൊ തന്നെ ചിറ്റപ്പൻ ഭയങ്കര ബുദ്ധിമാനാ. അപ്പോ തിരുവനന്തപുരത്തെ കേന്ദ്രമന്ത്രി മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയുണ്ട്, നിരൺമയ റിസോർട്ട്. അവര് തമ്മിൽ പാർട്ട്ണർഷിപ്പായി. ഇപ്പൊ അതിന്റെ പേര് നിരൺമയ വൈദേകം റിസോർട്ട് എന്നാണ്. അതുപോലെ ഇനി അടുത്ത ഇലക്ഷൻ ആകുമ്പോൾ CPM BJP മുന്നണിയാവും. അത്രയേ ഉള്ളൂ. നിരൺമയ വൈദേകം റിസോർട്ട് ഒരുമിച്ച് പാർട്ട്ണർഷിപ്പ്. കേന്ദ്ര കമ്മിറ്റി അംഗവും BJPയുടെ കേന്ദ്രമന്ത്രിയും തമ്മിൽ പാർട്ട്ണർഷിപ്പ്. ഇന്ന് വെല്ലുവിളിച്ചു, നിഷേധിച്ചില്ല പുള്ളി, നിഷേധിച്ചില്ല. കാരണം നമ്മുടെ കയ്യിൽ എല്ലാ രേഖയും കയ്യിലുണ്ട്. അതിലേക്ക് എത്തി. എന്നിട്ട് പിണറായി വിജയൻ BJPയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി EP ജയരാജനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. എന്താ? മാസപ്പടി അന്വേഷണം തലയ്ക്ക് മീതെ നിൽക്കുക. ഇപ്പൊ കേന്ദ്രത്തിലെ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യം പറഞ്ഞു. എന്താ ഇലക്ട്രൽ ബോണ്ട്? പേടിപ്പിച്ച ആളിൽ നിന്ന് കാശ് മേടിച്ചു അല്ലേ? ഇവിടെ നടക്കുന്നത് എന്താ? മാസപ്പടി വിവാദം എന്താ? ആലുവയിലെ CMRL കാശ് മേടിച്ചെന്ന് മാത്രമല്ല, 12ഓളം കമ്പനികൾ
എക്സാലോജിക് മകളുടെ കമ്പനിയിലേക്ക് പൈസ കൊടുത്തെന്ന. ഞങ്ങൾ ചോദിച്ചു ചോദ്യം, ആ കമ്പനികളുടെ പേര് വിവരം പറയാമോ? സർക്കാർ എന്തെങ്കിലും ആനുകൂല്യം അവർക്ക് ചെയ്തു കൊടുത്തിട്ടാണോ? അല്ലാതെ വെറുതെ പോയി മോളുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടേക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും മക്കളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരണ്ടേ? അതല്ലല്ലോ. എന്തെങ്കിലും കിട്ടാതെ മോളുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇടുവോ? അപ്പൊ എന്ത് ഫേവറാ നിങ്ങൾ ചെയ്തു കൊടുത്തത്? അപ്പോൾ എവിടെ നിന്നെല്ലാം പണം ഉണ്ടാക്കാൻ പറ്റുമോ അവിടെ നിന്നെല്ലാം പണം ഉണ്ടാക്കി. സ്വർണ്ണക്കള്ളക്കടത്ത് വിവാദം, ലൈഫ് മിഷൻ കേസ്, AI ക്യാമറ. ആ ക്യാമറയുടെ സ്ഥിതി നിങ്ങൾക്ക് അറിയാമല്ലോ. ആ ക്യാമറ നമ്മുടെ കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തും കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയി ഓരോരുത്തരും. ഈ ക്യാമറയിൽ മാത്രം വന്നില്ല. ഈ ക്യാമറയിൽ വന്നില്ല. ഈ ക്യാമറ നിങ്ങളുടെ പോക്കറ്റിലേക്ക് മാത്രമാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്, അതിൽ ഇതുവരില്ല. പിന്നെ ഫോൺ, എല്ലാവർക്കും ഫ്രീ ഇന്റർനെറ്റ് കിട്ടിയ മാസപ്പടി. മെഡിക്കൽ, ശൈല ടീച്ചർ അവിടെ പോയി മത്സരിക്കുകയാണ്. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ 1032 കോടി രൂപയുടെ അഴിമതിയാ, കേസാണ്. എവിടെ നിന്നെല്ലാം കമന്ന് വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന അഴിമതിക്കാരാണിവർ. എന്നിട്ടോ അഹങ്കാരത്തിന് വല്ല കുറവുണ്ടോ? ധിക്കാരത്തിന് വല്ല കുറവുണ്ടോ? ക്രിമിനലുകളെ അയച്ചുവിട്ടിരിക്കുകയാണ് കേരളത്തിൽ. നമ്മുടെ കുട്ടികളെ ഇരുമ്പ് വടി കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും തല്ലിയപ്പോ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞതെന്താ? രക്ഷാപ്രവർത്തനമാണ്, തുടരണം. അവര് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അവര്. സിദ്ധാർത്ഥന്റെ കൊലപാതകം കണ്ടില്ലേ? ഒരു അച്ഛന്റെയും അമ്മയുടെയും സ്വപ്നമായ മകനെ ക്രൂരമായി ഉപദ്രവിച്ച് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കാൻ നേരത്തെ ഇവര് അകത്ത് പോയിട്ട് അകത്ത് നിന്ന് ഒരു വിഭാഗം കുറ്റിയിട്ടു, ബാക്കിയുള്ളവർ പുറത്തു നിന്ന് വാതിൽ ചവിട്ടി തുറന്ന് അകത്ത് കയറി. ഇത് ഇവര് തന്നെയാണ്. എന്നിട്ട് കൊന്ന് കെട്ടിത്തൂക്കിയവൻ തന്നെ കെട്ടഴിച്ച് ആശുപത്രി കൊണ്ടുപോയി മരിച്ച ആളെ രക്ഷപ്പെടുത്താൻ. ഈ നാടകം മുഴുവൻ പോലീസ് ഒളിച്ചു വെച്ചു. എനിക്ക് സങ്കടം വന്നത്, നമ്മൾ തളർന്നുപോയത്, ഈ കുഞ്ഞ് അമ്മയെ കാണാൻ വയനാട്ടിൽ നിന്ന് പുറപ്പെട്ടു തിരുവനന്തപുരത്തേക്ക്. കൊച്ചിയിലെത്തിയപ്പോൾ അവന്മാർ വിളിച്ചു, ഇപ്പൊ വന്നേ പറ്റുള്ളൂ. അപ്പൊ ഈ കൊച്ചിനറിയാം തിരിച്ചു ചെന്നാൽ ഉപദ്രവിക്കും, ക്രൂരമായി തല്ലും. ആരെങ്കിലും പോവോ? എന്നിട്ടും ആ കൊച്ചു പോയി. എന്താണെന്നറിയോ? ഇവര് വിളിച്ചിട്ട് അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ പിന്നെ ആ കുഞ്ഞിനവിടെ പഠിക്കാൻ പറ്റില്ല. അവൻ്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെടുന്നത് തന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. താൻ പഠനം തിരിച്ച് നിർത്തി വന്നാൽ എൻ്റെ മാതാപിതാക്കൾക്ക് ഇത് താങ്ങാൻ പറ്റില്ല എന്ന് കരുതി ആ കുഞ്ഞ് അടി കിട്ടുമെന്ന് ഉറപ്പായിട്ടും കൊച്ചിയിൽ നിന്ന് തിരിച്ച് വയനാട്ടിലേക്ക് പോവാണ്. ഭീതിയുടെ ആഴം എത്രയാണെന്ന് നോക്കും നിങ്ങൾ. ഇപ്പൊ ഒരു നൃത്താധ്യാപകൻ അമ്മയുടെ കരച്ചിൽ കണ്ടില്ലേ? 51 വയസ്സുള്ള ഒരാളെ ഇവന്മാര് മുറിയിൽ കൊണ്ടുപോയി ക്രൂരമായി തല്ലി. ഇവന്റെയൊക്കെ അച്ഛന്റെ പ്രായമുള്ളവനാണ്. അച്ഛന്റെ പ്രായം 51 വയസ്സെന്ന് പറഞ്ഞാൽ ഇവന്റെയൊക്കെ അച്ഛന്റെ പ്രായമുള്ളവനാണ്. ഒരാളെ കൊണ്ടുപോയി മുറിയിലിട്ട് തല്ലുക, ഇടിമുറിയിൽ കൊണ്ടുപോവുക, കുട്ടികളെ ക്രൂരമായി മർദ്ദിക്കുക. അതിനെല്ലാം ഈ പിണറായി വിജയൻ കുട പിടിച്ചു കൊടുക്കുക. നമ്മുടെ കുട്ടികളെ കല്യാശ്ശേരി മുതൽ തിരുവനന്തപുരം വരെ തല്ലിയില്ലേ? എത്ര പേരാ ഞങ്ങൾ സർജറി നടത്തിയത്, ജയിലിലായത്, ആശുപത്രികളിലായത്? ഞാൻ നിങ്ങളോട് പറയാണ്, ഒറ്റ ഒരുത്തിനെയും നമ്മൾ വെറുതെ വിടില്ല. ഒറ്റ ഒരുത്തിനെയും. അതിന്റെ എല്ലാത്തിന്റെയും പുറകെ, ആ ഉദ്യോഗസ്ഥന്മാരുടെ പുറകെ, അത് ചെയ്തവരുടെ പുറകെ നമ്മൾ ഉണ്ടാവും. വിടാൻ പറ്റില്ല നമുക്ക്. ഈ ധിക്കാരികൾക്ക്, ഈ അഹങ്കാരികൾക്ക് താക്കീത് കൊടുക്കാൻ കൂടിയുള്ള അവസരമാണ്. ഇവരെന്തിനാ പാർലമെന്റിൽ പോകുന്നത്? എന്ത് കാര്യത്തിനാണ് പാർലമെന്റിൽ പോകുന്നത്? BJPയെ ഭയന്ന് ജീവിക്കുന്നവർ എന്തിനാണ് പാർലമെന്റിൽ പോകുന്നത്? BJPയെ പേടിയാണ് ഇവർക്ക്. BJPയെ അവർ പേടിപ്പിക്കുക. ചോദിച്ചു നോക്ക് ജോണിനോട്. കരുവന്നൂർ ബാങ്ക് ED അന്വേഷണം നടത്തി. CPM നേതാക്കൾ പ്രധാനപ്പെട്ടവരൊക്കെ ഉണ്ട്, ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. എല്ലാവരുടെയും